UDF-ൽ കോന്നി സീറ്റ് പിടിക്കാൻ തന്നെ കടുത്ത മത്സരമായിരുന്നു. അതിൽ വിജയിച്ചതോ ജ്യേഷ്ഠൻ. സീറ്റ് കിട്ടാത്ത അനുജൻ ഈ തിരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? പരിചയപ്പെടാം ആ ജ്യേഷ്ഠാനുജന്മാരെ. ആ പറഞ്ഞ ആ രണ്ടുപേർ ഇവരാണ് എൻ്റെ ഇടതും വലതും നിൽക്കുന്ന ആളുകൾ. കോന്നിയിലെ UDF സ്ഥാനാർത്ഥി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, അനുജൻ അഡ്വക്കേറ്റ് N. ശൈലാജ്, KPCC ജനറൽ സെക്രട്ടറി കൂടിയാണ്. രണ്ടുപേരും കോന്നി സീറ്റിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു, അതിനായി ശ്രമിച്ചിരുന്നു എന്ന് വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ജ്യേഷ്ഠനാണ് സീറ്റ് കിട്ടിയത്. ചെറിയ സങ്കടമുണ്ടോ? ഒരു സങ്കടവുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ കാലമായിട്ട് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഒരു നേതാവായി കോളേജിൽ നിന്ന് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം, പിന്നെ യൂത്ത് കോൺഗ്രസ്, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മണ്ഡലം ബ്ലോക്ക് പ്രസിഡൻറ്റ്, പിന്നെ ഗാന്ധി യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ സിൻഡിക്കേറ്റ് മെമ്പർ, അങ്ങനെ പല നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. എല്ലാ നിലകളിലും പ്രവർത്തിച്ച് അദ്ദേഹത്തിന് അത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളത് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. പിന്നെ കേരള രാഷ്ട്രീയത്തിൽ വളരെ ചുരുക്കം ചില ആളുകൾക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നതിന് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അലിഗേഷനോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല. സത്യസന്ധനായ ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് 100% വിജയിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. 100% സന്തോഷമാണ്. ആണ്. പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ആളാണ്. അനുജൻ N. ശൈലാജ് K. സുധാകരൻ്റെ വലം കൈയും. സീറ്റിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിൽ ലക്ഷ്യം കണ്ടത് സതീഷ് കൊച്ചുപറമ്പിലാണ്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ആഗ്രഹങ്ങളുണ്ട്, അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ശൈലാജ് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ജില്ലാ പ്രസിഡന്റ്, സേവാദൾ ജില്ലാ ചെയർമാൻ തുടങ്ങിയ DCC സെക്രട്ടറി, KP സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. പാർട്ടിയിൽ അദ്ദേഹം ആഗ്രഹിച്ചതിന് ആരും കുറ്റം പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനം വന്നതിന് ശേഷം എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇരുവരും സജീവമായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം കടന്നാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. തിരുവല്ല കടപ്ര കൊച്ചുപറമ്പിൽ വീടിന്റെ മുറ്റത്ത് ഓടിക്കളിച്ച കാലത്തെ നിഷ്കളങ്കത ഹൃദയരക്തം പോലെ ഇരുവരിലുമുണ്ട്. കോന്നിയിൽ അദ്ദേഹത്തിൻ്റെ വിജയ സാധ്യതയ്ക്ക് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിക്കും. നമ്മളുടെ കുറേ അനവധി സുഹൃത്തുക്കളുണ്ട്, KSU വിദ്യാർത്ഥി കാലം മുതലുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ബന്ധുക്കൾ, കല്ലടിക്കൽ കോഴികുന്നത്ത് എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബം, അടൂർ പ്രകാശിൻ്റെ കുടുംബം ഞങ്ങളുടെ കുടുംബം, ചേട്ടത്തി അനിയത്തി മക്കളാണ് ഞങ്ങൾ. അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ വളരെയേറെ സൗഹൃദം. പിന്നെ അദ്ദേഹം ഒരു പ്രൊഫസറാണ്. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ഒക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ നല്ല നിലയിൽ തന്നെ അവർ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പരിമല പമ്പ കോളേജിൽ നിന്നും രസതന്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായി വിരമിച്ച ആളാണ് UDF സ്ഥാനാർത്ഥി. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.